ആയിരിക്കുന്ന പ്രതിസന്ധികൾക്കകത്തുനിന്ന് രക്ഷപ്പെടാൻ ദൈവം തരുന്ന അർദ്ധാവസരങ്ങളെ മുതലാക്കുന്നവരായിരിക്കണം ഒരു ദൈവവേദൻ. അല്ലാതെ പുറംകാലം കൊണ്ട് അതിനെ തൂത്തെറിഞ്ഞിട്ട് കുറ്റം പറയുന്നവരായി തീരരുത്. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ടൊരു നല്ല ദിവസം കാണാൻ ദൈവം നമുക്ക് സാവകാശമൊരുക്കി പ്രത്യേകമായൊരു ദൈവവചന ശബ്ദം നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുക. യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ 7 മൊഴികളിൽ ഒന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പദമാണ്. നമുക്കറിയാം, ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിലുണ്ട്. അത് 39 മുതലുള്ള വാക്യങ്ങൾ അതിനകത്ത് കാണുന്നത്. അതിനകത്ത് ആ പ്രസക്തമായ പദം ഇങ്ങനെയാണ്: ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ദുഷ്പ്രവൃത്തിക്കാരനായ ഒരു കള്ളനോട് പറഞ്ഞ പദമാണ്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. പശ്ചാത്തലം നമുക്കറിയാം. യേശു മാത്രമല്ല, യേശുവിനോടൊപ്പം 2 കൊടും കുറ്റവാളികളെയും കൂടെ കുരിശുമരത്തിനകത്ത് കയറ്റി ആണികളിൽ അവർ തൂങ്ങിക്കിടക്കുന്ന സന്ദർഭം. ആ സന്ദർഭത്തിൽ ഈ ക്രൂശിൽ കിടക്കുന്ന ആൾക്കാരെ കണ്ട് തെറ്റ് ചെയ്യുന്നതിൽ നിന്ന്, കുറ്റം ചെയ്യുന്നതിൽ നിന്ന് ആൾക്കാർ പിന്തിരിയണം. അതുകൊണ്ടാണ് മൃഗീയമായിട്ട് ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നത്. അങ്ങനെ ഏറ്റവും നീചമായ മരണശിക്ഷയ്ക്ക് നമ്മുടെ യേശു കർത്താവ് വിധിക്കപ്പെട്ടു. ആ കർത്താവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട 2 കൊടും കുറ്റവാളികൾ, ബറബ്ബാസിനെയും കൂടെയാണ് അവിടെ യഥാർത്ഥത്തിൽ ക്രൂശിക്കേണ്ടത്. പക്ഷേ ബറബ്ബാസിനെ വിട്ടുകൊടുത്തിട്ട് പകരം യേശുവിനെ അവിടെ ക്രൂശിക്കാനിടയായിത്തീർന്നു. നോക്കിയേ, ആ ദുഷ്പ്രവൃത്തിക്കാർക്ക് അല്ലെങ്കിൽ ആ തൂക്കിയ കള്ളന്മാർക്ക് ഉണ്ടായ അനുഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. യേശുവിൻ്റെ തലയ്ക്കിൽ എഴുതി വെച്ച എഴുത്ത്, യേശു യഹൂദന്മാരുടെ രാജാവ്. ഇത് ഒരുപക്ഷെ ആ കള്ളന്മാർ വായിച്ചിട്ടുണ്ട്. ഇത് വായിച്ച ആൾക്കാർ എന്ത് ചെയ്യണം? യേശുവിനെ പരിഹസിക്കണം. ഇതാ അതിൻ്റെ ആ പ്രധാനമായിട്ട് ആഗ്രഹിക്കുന്ന, ഇത് ചെയ്തവരുടെ പ്രധാന ആഗ്രഹം അതാ. എന്നാൽ ആ കള്ളന്മാരിൽ ഒരുത്തൻ യേശുവിനെ പരിഹസിക്കാൻ ഇത് മുഖാന്തരമാക്കി മാറ്റി. നീ രാജാവാണോ? നീ നിന്നെ തന്നെ രക്ഷിക്ക്, ഞങ്ങളെ കൂടെ വിടുവിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ കളിയാക്കാനിടയായി തീർന്നു. ഉടനെ മറ്റേ കള്ളൻ നിന്നവനെ തിരുത്തുകയാ. സമശിക്ഷാവിധിയിലായിട്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാം ചെയ്തതിന് തക്കവണ്ണമല്ലേ പ്രാപിക്കുന്നത്? ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് യേശുവിനെ അവൻ ന്യായീകരിക്കേണ്ടയായി തീർന്നു. കണ്ടോ? ആദ്യത്തെ കള്ളൻ പരിഹാസരൂപേണ പറയുക, എന്നെ തന്നെ ഒന്ന് രക്ഷിക്ക്, എന്നിട്ട് ഞങ്ങളെ കൂടെ ഒന്ന് രക്ഷിക്ക്. പരിഹസിച്ച് അവനോട് കർത്താവ് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. ഈ സമയം മറ്റേ കള്ളൻ അവൻ തൊട്ടടുത്ത് തൻ്റെ സുഹൃത്തിനോട് പറയുക, സമശിക്ഷാവിധിയിലായി, ഇത്രയും വലിയ വേദനയിൽ നമ്മൾ വേദനപ്പെടുക, എന്നിട്ട് നീ ദൈവത്തെ ഭയപ്പെടാത്തത് എന്താ? നമ്മൾ ചെയ്ത് തക്കവണ്ണമല്ലേ പ്രാപിക്കുന്നത്? നാം കലാപം നടത്തി അതിന് തക്ക ശിക്ഷയല്ലേ പ്രാപിക്കുന്നത്? എന്നാൽ ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് അവൻ അടുത്ത വിളിക്കുക, യേശുവേ, യേശുവേ, എന്താ അരുതാത്തവർ? രക്ഷകാ, നീ രാജ്യത്വം പ്രാപിച്ചു വരും, നീ രാജാവായിട്ട് വരും. ഞങ്ങളിവിടെ ഈ റോമാ സാമ്രാജ്യത്തെ മറിച്ച് കളഞ്ഞിട്ട് ഒരു ഭരണം കൈക്കലാക്കാൻ പരാജയപ്പെട്ടു ഇവിടെ കിടക്കുകയാണ്. പക്ഷെ നിന്റെ രാജ്യം നീതിയുള്ള രാജ്യമാ. നീ ഒരിക്കൽ രാജാവായിട്ട് വരുമെന്ന് എനിക്ക് മനസ്സിലാകും. നീ അന്ന് രാജാവായിട്ട് വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണേ. മറ്റവനോട് കർത്താവ് എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. അതാ, അന്നും ഇന്നും തന്നെ പരിഹസിക്കുന്നവരുടെ കർത്താവിന് തിരിച്ചൊരു പ്രതികരണമില്ല കേട്ടോ. എന്നാൽ അവസാന നിമിഷമാണെങ്കിലും രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്നുള്ള വചനം ദൈവം നിവർത്തിക്കാൻ ഇടയായിത്തീർന്നു. നോക്കിയേ, അടുത്ത നിമിഷം കർത്താവ് അവനോട് പറയുന്ന പദം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. അന്നൊരു വിടുതലല്ലേ നീ ആഗ്രഹിച്ചത്? അന്ന് എന്നെ ഒന്ന് രക്ഷിക്കണമെന്നല്ലേ നീ പറഞ്ഞത്? എന്ന് വെച്ചാൽ എന്തോ അതിൻ്റെ അർത്ഥം? എനിക്കിതിനകത്തുനിന്ന് ഒരു ഉയർപ്പുണ്ടെന്നല്ലേ നീ പറയുന്നത്? എനിക്കും മരണശേഷം ഒരു നിത്യത ഉണ്ടെന്നല്ലേ പറയുന്നത്? ലാസ്റ്റ് നിമിഷം ആണെങ്കിലും നിത്യമായ യാതനാ സ്ഥലത്ത് പോകാതിരിക്കാൻ എന്നെ രക്ഷിപ്പാൻ യേശു അങ്ങേക്ക് കഴിയുമെങ്കിൽ ഞാൻ അങ്ങ് ശരണപ്പെടുന്നല്ലേ പറയുന്നത്? മോനെ, അത്രയും നാൾ നീ യാതനാ സ്ഥലത്ത് കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. നോക്കിയ ദൈവമക്കളെ, അടുത്ത നിമിഷം ഒരു 3 പേര് മരണപ്പെടുകയാണ്. ഒരുത്തൻ നിത്യമായ യാതനാ സ്ഥലത്തേക്ക് പോയി. എന്നാൽ അവസാന നിമിഷം രക്ഷയ്ക്ക് വേണ്ടി കൊതിച്ച് അത് ആഗ്രഹിച്ച ആ മനുഷ്യൻ യേശുവിനോടൊപ്പം കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത,
വേദനയില്ലാത്ത ആ നിത്യപർദീസയിലേക്ക് പോകാൻ ഇടയായിത്തീർന്നു. പ്രിയ ദൈവമക്കളെ, എൻ്റെയും നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ ദശ തുറന്ന് കിടക്കുക കേട്ടോ. പുറംകാലം കൊണ്ട് തള്ളിക്കളയല്ലേ. കൊടുക്കേണ്ട വില വളരെ വലുതായിരിക്കും കേട്ടോ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കയ്യിലുള്ള എന്തിനും ഗ്യാരണ്ടി വാറണ്ടിയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ആയുസ്, ചിലർക്ക് കുറച്ച് ആയുസ് ദൈവം കൊടുക്കുന്നുണ്ട്, ചിലർക്ക് കൂടുതൽ കൊടുക്കുന്നുണ്ട്. കിട്ടുന്നതൊക്കെ നമുക്ക് അടിച്ചു പൊളിച്ച് തീർക്കാനുള്ളതല്ല, കർത്താവിനായിട്ട് ജീവിക്കാനുള്ളതാണ്. ആ കള്ളൻ, ക്രൂശിൽ കിടന്ന കള്ളൻ ലാസ്റ്റ് നിമിഷം ആ നിത്യത കരസ്ഥമാക്കി. യേശുവേ എന്നുള്ളൊരു വിളിയാണ്, യേശുവേ എന്നുള്ളൊരു വിളിയാണ്. ഇന്നും യേശുവേ യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് നീ വിളിച്ചാൽ, ഹൃദയത്തിൽ നിന്നാണ് വിളിക്കുന്നതെങ്കിൽ, ആ ലാസ്റ്റ് നിമിഷം നിന്നെ വിടുവിക്കാൻ കർത്താവ് ശക്തനാണ്. അല്ലാതെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്താൽ കർത്താവ് നെവർ മൈൻഡ് ചെയ്യത്തില്ല. ആ ദൈവമാരെങ്കിലും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആ കള്ളനെ പോലെ ലാസ്റ്റ് നിമിഷമാണെങ്കിൽ വിടുതൽ പ്രാപിച്ച ആ മനുഷ്യനെ പോലെ നമുക്കാകാം. സ്വർഗീയ പിതാവേ, എത്ര വ്യക്തമായ ദൈവ സന്ദേശം ഞങ്ങളെ കേൾപ്പിച്ചു, എത്ര ആഴമായ ദൈവചിന്ത ഞങ്ങൾക്ക് തന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കായി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളിൽ ദൈവികമായ വിടുതലുകൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കണമോ കർത്താവിന് ചെയ്തു കൊടുത്താട്ട് മഹത്വം അവിടുന്ന് എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.